കുറച്ച് വലുപ്പത്തിലുള്ള ഒരു കുഴി എടുത്തിരിക്കുക. 3 അടി സ്ക്വയറാണിത്. ഇപ്പം ആഴം ഇപ്പോൾ പകുതിയേ കാണുന്നുള്ളൂ. അതിൻ്റെ അടിയിൽ നല്ല കരികലയും ജൈവവളവും ഇലകളും ഒക്കെ ഇട്ട് കുറച്ച് മേൽമണ്ണ് ഇട്ട് മൂടിയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെക്കാനുള്ള പുതിയ ഒരു ജാതി തൈ ഇവിടെ നടാനാണ് ഉദ്ദേശിക്കുക. അത് നട്ടതിന് ശേഷം മേൽമണ്ണും വളവിട്ട് മൂടി ചപ്പിട്ട്. ജാതി ദീർഘകാലം നിൽക്കുന്ന ഒരു വൃക്ഷമാണല്ലോ. 100-150 വർഷമൊക്കെ പഴക്കമുള്ള ജാതികൾ ഇന്ന് കാണാൻ സാധിക്കും. കാലടിയിൽ വരെ 100 വർഷം അടുപ്പിച്ച് പഴക്കമുള്ള ജാതിയുണ്ട്. അതുപോലെ തന്നെ ശ്രീലങ്കയിൽ. അപ്പോൾ നമ്മൾ ജാതി നടുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം ശരിക്കും നന്നായിട്ട് വലിപ്പത്തിൽ കുഴിയെടുത്ത് വളമൊക്കെ ഇട്ട് വേണം നടാനായിട്ട്. ഇത് മുട്ടത്തോടിൻ്റെ ഒരു വളമാണ് ഇടുന്നത്. ആദ്യം ആട്ടിൻചാണകം ഇട്ടു. മുട്ടയുടെ വേസ്റ്റുകളൊക്കെ കിട്ടുന്ന ഒരു വളമുണ്ട്, അതാണ് ഇപ്പോൾ ഇടുക. കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. പോയില്ല, കുഴപ്പമില്ല. നേരെയാ, സെൻട്രലാണ്. ഇനിയും കരിയിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മണ്ണ് കട്ട പിടിക്കാതിരിക്കും, വായുസഞ്ചാരം കിട്ടും. അതുകൊണ്ട് ജാതിക്ക് വേരോട്ടം നന്നായിട്ട് കിട്ടട്ടെ. ഇപ്പോൾ ജാതി നടാൻ നല്ല സമയമാണ്. മഴയൊക്കെ കുറഞ്ഞു. അപ്പോൾ മണ്ണിന് നല്ല തണുപ്പുണ്ട്. ഇനി ഇതുപോലെ ജാതി വെച്ചതിന് ശേഷം കുറച്ച് ചപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു വേനലാകുമ്പോഴത്തേക്കും കുറച്ച് ഷെയ്ഡ് കൊടുക്കുക, ജലസേചനം കൊടുക്കുക. പിന്നെ ജാതി വളർന്നിങ്ങ് പോകുന്നോളും. 3 വർഷമാകുമ്പോൾ കായ്ക്കും.